എല്ലാവരും ഇഡ്ലി ചെമ്പെടുത്ത് നടന്ന സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ എടുക്കാൻ സമയം കിട്ടിയത്. കുഴപ്പമില്ല, ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരുന്നതാണല്ലോ. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല പൊട്ടനും ചീറ്റിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് സ്റ്റീമായി വരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് വരുന്നു. ഇതാരും വീഡിയോയിൽ പറഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ചീസ്, പാല്, ലൈം ജ്യൂസ്, കുറച്ച് പഞ്ചസാര, ഇത്രയാണ് എക്സ്ട്രാ ഞാൻ സോസിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. വെജിറ്റബിൾ ആയിട്ട് ആകെ ഉള്ളിയും ക്യാരറ്റും മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കെച്ചപ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തത്. ആൻഡ് എയർ ഫ്രൈറിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുള്ള കുബ്യൂസിലാണ് ഫിൽ ചെയ്തത്. എന്തൊക്കെ പൊട്ടലും ചീറ്റിലും ഉണ്ടായിരുന്നു പറഞ്ഞാലും ഈ സാധനത്തിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. പ്ലസ് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. വെറുതെ ആൾക്കാർ ഇഡ്ലി ചെമ്പോയിട്ട് കിടക്കുന്നത്. ഇന്നത്തെ മെയിൻ കോഴ്സും സ്റ്റാർട്ടറും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതിന് നമുക്ക് റോളെന്നോ സാൻഡ്വിച്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓൾറെഡി സ്ട്രോബെറി അരച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നോമ്പ് തുറക്കാൻ അത് വെച്ചിട്ട് ഞാനൊരു ഷേക്ക് ഉണ്ടാക്കി. സോക്ക് ചെയ്ത കാഷ്യൂനട്ടും ഏലക്കായി യൂസ് ചെയ്തിട്ട് പഴയ ടൈപ്പ് ഒരു ലൈം ഉണ്ടാക്കില്ല, അതാണ് ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നത്തെയും പോലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഒക്കെ കുറച്ച് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഓരോ നോമ്പ് നോറ്റ് വീട്ടിൽ കഴിഞ്ഞാൽ അടുത്തതിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പ് തുറ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ